അമ്മഴക്കേമാ സണ്ണിക്കുട്ട. അപ്പൊ നേരെ ആ സീനിൽ നിന്ന് അതേപടി ഇങ്ങനെ കൊണ്ടുവച്ച് ശ്രീദേവിയുടെ മുമ്പിലിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. മണിച്ചിത്രത്താഴ് കണ്ടിട്ട് കുറേ ആൾക്കാർ എന്നോട് പറഞ്ഞിരുന്നു, ലാസ്റ്റ് ഷോട്ടിൽ ഓടിയെത്തുന്ന ഇതിൽ ചുമന്ന സാരിയൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിരുന്നു. ആ ഷോട്ട് എപ്പോഴും ഓർക്കാറുണ്ട്. ഒരു ടാറ്റ കൊടുക്കായിരുന്നില്ലേ? ഞാൻ ചോദിച്ചതാ, ചോദിച്ചിരുന്നു ഞാൻ ചോദിച്ചിരുന്നു ഫാസിൽ സാറിനോട് ഒരു ടാറ്റ വേണ്ടേ എന്ന്. അതൊന്നും വേണ്ടെന്നാണ് ഫാസിൽ സാർ പറഞ്ഞത്. ഞാൻ ഇതുവരെ ഒരു സിനിമയിൽ പോലും സ്ലീവ്ലെസ്സും കൂടി വെച്ചിട്ടില്ല, എൻ്റെ ജീവിതത്തിലും ഇട്ടിട്ടില്ല. എൻ്റെ മനസ്സാണ് ഞാൻ പറയുന്നത്. അത് ഇട്ടവർ കൊള്ളൂല എന്നല്ല. ഞാൻ ഒട്ടും അങ്ങനെ ഗ്ലാമറസ് അല്ല. ഇത്ര ക്യൂട്ടായിട്ടൊരു പ്രപ്പോസൽ സട്ടിൽ വേല് പറഞ്ഞിട്ടും ശ്രീദേവി തിരിച്ചൊന്നും പറയുന്നില്ല. ഇപ്പൊ മാം ഇവിടെ ഇരുന്നിട്ട് ശ്രീദേവി ആയിക്കൊണ്ട് ആ ഡയലോഗിന് ഒരു മറുപടി. ഒരുപാട് എന്നെയും പരീക്ഷിച്ചില്ലേ, അതുപോലെ ഞാനും ഒന്ന് സണ്ണിയെ ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ. ലാലേട്ടൻ തീർച്ചയായിട്ടും ഒരു കോംപ്ലിമെന്റ് തന്ന് കാണുമല്ലോ. നിങ്ങളെ കാണുമ്പോൾ എനിക്ക് ശ്രീദേവിയെ മാത്രമേ ഓർമ്മ വരുന്നു, നിങ്ങളെ കാണുമ്പോൾ മണിച്ചിത്രത്താഴ് മാത്രമേ ഓർക്കുന്നു എന്നാണ് പറഞ്ഞത്. പ്രിയമുള്ള ഒരാളാരോ വരുവാനുണ്ടെന്നു ഞാൻ വെറുതെ മോഹിക്കുമല്ലോ ഇന്നും. ഹായ് ഹലോ എവറിബഡി, വെൽക്കം ടു മോളിവുഡ് മിക്സ് വിത്ത് മീനാക്ഷി. സോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നത് ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ടാണ്. ബിക്കോസ് ഐ എം ടു എക്സൈറ്റഡ്. കാരണം ഇന്നത്തെ ഈ ഒരു ഗസ്റ്റിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീനിൽ എത്ര കണ്ടാലും, അതിപ്പോൾ മിനി സ്ക്രീനിലായാലും ബിഗ് സ്ക്രീനിലായാലും എത്ര കണ്ടാലും നമുക്ക് മതി വരാത്ത ഒരു ആർട്ടിസ്റ്റാണ്. സോ വിത്ത് എ ഹ്യൂജ് love and respect, may I welcome Vinaya Prasad on to our show. Hi ma'am. ഹലോ, വെൽക്കം. എനിക്ക് ആക്ച്വലി ഇപ്പോൾ ഈ ഒരു ഷെയ്ക്ക് ഹാൻഡ് തന്നപ്പോൾ എന്താ തോന്നിയെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ രണ്ടുപേരും ആക്ച്വലി ഇപ്പോൾ മണിച്ചിത്രത്താഴിൻ്റെ റിലീസ് ഒരു സ്പെഷ്യൽ ഷോ കണ്ടിട്ടിരിക്കുകയാണ്. അപ്പോൾ നേരെ ആ സീനിൽ നിന്ന് അതേപടി ഇങ്ങനെ കൊണ്ടുവച്ച് ശ്രീദേവിയുടെ മുമ്പിലിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ആ ലാസ്റ്റ് സീനിൽ ഒരു റെഡ് സാരി കൂടിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഇത് ഓൺ പേർപ്പസ് ഇട്ടതാണോ? പേർപ്പസ്ലി തിരഞ്ഞെടുത്ത് ഇട്ടതാണ്. ഇട്ടതാണ്. മണിച്ചിത്രത്താഴ് കണ്ടിട്ട് കുറേ ആൾക്കാർ എന്നോട് പറഞ്ഞിരുന്നു, പലവരും പറഞ്ഞിരുന്നു, ലാസ്റ്റ് ഷോട്ടിൽ ഓടിയെത്തുന്ന ഇതിൽ ചുമന്ന സാരിയൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിരുന്നു. ആ ഷോട്ട് എപ്പോഴും ഓർക്കാറുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ 4K റെസൊല്യൂഷനിലുള്ള ഈ മണിച്ചിത്രത്താഴിനെ കാണാനായിട്ട് ഞാൻ ഇങ്ങോട്ട് വരുമ്പം എൻ്റെ വാർഡ്രോബ് തപ്പി നോക്കിയിട്ട് ഒരു റെഡ് സാരി തന്നെ വേണം, കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടുള്ള, വിത്ത് പച്ച, പച്ച ബോർഡർ ഉണ്ട്, അതിൽ ചെറിയൊരു ബോർഡർ ഉണ്ട്, അതുപോലത്തെ സാരി തന്നെ വേണമെന്ന് ഞാൻ തപ്പി നോക്കിയിട്ടാണ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് വന്നത്. താങ്ക് യു സോ മച്ച്. എനിവേ, ഞാൻ ചോദിക്കാൻ വരുന്ന കാര്യം, ആദ്യം മലയാളത്തിൽ ചെയ്ത പെരുന്തച്ചനിൽ തന്നെ കന്നഡയിൽ നിന്ന് വന്ന ഒരു നടിക്ക് ഇത്രയും, അതായത് അന്നത്തെ മലയാളം പറയാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ടഫ്. ആൻഡ് മൂന്നാമത്തെ സിനിമയെ മണിച്ചിത്രത്താഴിലും ജനലിൽ കൂടെ ആയിട്ട് ആ ഡോക്ടറോട് പറ കുറച്ചും കൂടെ വിഷം എനിക്ക് കൂടെ. അപ്പൊ ഞാനിങ്ങനെ ലിപ്പാ നോക്കുന്നത്. എങ്ങനെ മാം ഇത്ര നന്നായി മലയാളം പറഞ്ഞു? പഠിച്ച് ബുദ്ധിമുട്ടായിരുന്നേ. ആദ്യം പെരുന്തച്ചനിൻ്റെ ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് ഒരു 3-4 വഴികളുടെ ഒരു ഇത് തന്നു. 3-4 വഴി എന്ന് പറയുന്നത് നിസ്സാര കാര്യമാണ്. ഒരു മോണോലോഗ് പോലെ ഹസ്ബൻഡിനോട് പറയുന്ന ഒരു ഇതാണ്. എനിക്ക് ക്യാരക്ടർ ഗ്രാഫ് അറിയായിരുന്നു, പക്ഷെ മലയാളം ഒട്ടും ഒരു അക്ഷരം പോലും പറയാനും അറിയില്ല, മനസ്സിലാവുന്നുമില്ല, ഒട്ടും അറിയില്ല. ഞാൻ ഈ കണ്ട മലയാളം സിനിമാസ് ഒക്കെ അവാർഡ് വിന്നിങ് ഫിലിംസ് ആണ്. അതിലൊക്കെ സബ് ടൈറ്റിൽസ് ഉണ്ടായിരുന്നു. സബ് ടൈറ്റിൽസ് ഫോളോ ചെയ്തിട്ടാണ് ഞാനിത് മനസ്സിലാക്കിയത്. മലയാളം ഒട്ടും അറിയില്ല. ആദ്യത്തെ ദിവസം ഈ കൊണ്ടൊക്കെ കെട്ടിട്ട് തമ്പുരാട്ടിയെ പോലെ ഇതൊക്കെ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് ഡയലോഗ് തന്നു. ഈ ഡയലോഗ് പറയേണ്ട ഇത് എനിക്ക് വായിക്കാൻ പോലും കന്നഡയിൽ എഴുതി, പക്ഷേ എങ്ങനെ വായിക്കണം, അത് വഴങ്ങണ്ടേ, നാവ് വഴങ്ങണ്ടേ, അതൊന്നും പറ്റില്ലായിരുന്നു. അപ്പം ഞാൻ റിക്വസ്റ്റ് ചെയ്തു. പിന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അവർക്ക് സന്തോഷ് ശിവനെ മാത്രമേ മനസ്സിലാവുമായിരുന്നു ആദ്യത്തെ ദിവസം. കന്നഡ അല്ല, ഇംഗ്ലീഷ്. അല്ലാതെ വേറെ ആർക്കും ഇംഗ്ലീഷ് പോലും അറിയില്ലായിരുന്നു. എന്ത് ചെയ്യാന്നാ എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല എന്താണിതെന്ന്. അന്ന്
പിന്നെ ഞാൻ റിക്വസ്റ്റ് ചെയ്തു, ഇത് ഒരു ദിവസം കൂടി എനിക്ക് തരാമോ, എനിക്ക് ഇന്ന് ഇത് പറയാൻ പറ്റുന്നില്ല, എനിക്ക് ഇത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല, ഞാൻ കുറച്ചൊന്ന് പഠിച്ചോളാം. അന്നത്തെ കാലം ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ ഗൂഗിള് മറ്റേ ട്രാൻസ്ലേഷൻ അതൊന്നും മൊബൈലേ ഇല്ലാത്ത കാലമാണ്. അപ്പോൾ ബുക്ക് മേടിക്കുക എന്നാണ് ഞാൻ ആലോചിച്ചത്. ഒരു ബുക്ക് മേടിച്ചിട്ട് എന്തെങ്കിലും അത് വേർഡ്സ് കിട്ടിയാൽ, ഭാഗ്യത്തിന് അന്ന് രാത്രി ആ ഹോട്ടലിലേക്ക് MT വാസുദേവൻ നായർ സർ വന്നു. അവരാണല്ലോ സ്ക്രിപ്റ്റ് എഴുതിയത്. അവർ പിന്നെ ഇംഗ്ലീഷ് മേസ്ട്രോ ആണ്. സോ അവരോട് ഞാൻ പറഞ്ഞു എൻ്റെ ബുദ്ധിമുട്ട്, സാറേ ഐ കനോട്ട് അണ്ടർസ്റ്റാൻഡ് ഹെഡ് ആൻഡ് ടെയിൽ ഓഫ് ദിസ്, കുഡ് യു പ്ലീസ് എക്സ്പ്ലെയിൻ ദിസ് ടു മീ. അവർ എൻ്റെ ഒരു ഭാഗ്യം നോക്കിയ 1.5 മണിക്കൂർ ഈ കഥ എന്താണ്, എൻ്റെ കഥാപാത്രം എന്താണ്, ഈ ഡയലോഗിൻ്റെ മീനിങ് എന്താണ്, പിന്നെ ഈ ഡയലോഗിൻ്റെ പങ്ക്ച്വേഷൻസ് എവിടെയൊക്കെയാണ് വേണ്ടത്, കോമ എവിടെയാ, പോസ് എവിടെയാ, ഫോഴ്സ് എവിടെയാണ്, ഇങ്ങനെയൊക്കെ. പിന്നെ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ ശരിക്കും ഇങ്ങനെയാണ് വേണ്ടത്, ഇങ്ങനെ ഓരോ വാക്കും പറഞ്ഞു കൊടുത്തു, എനിക്ക് പറഞ്ഞു തന്നു. അത് ഓർത്ത് രാത്രി മുഴുവൻ ഞാൻ ഇത് ബൈഹാർട്ടാക്കിയിരിക്കുന്നു. ഈ ഡയലോഗ്സ്, ഈ തന്ന 3-4 വരികളേ ഉണ്ടായിരുന്നു, അതൊക്കെ നന്നായി ബൈഹാർട്ടാക്കിയിട്ട് അടുത്ത ദിവസം വലിയ കോൺഫിഡൻസോടെയാണ് പോയി നിന്ന് ഒരൊറ്റ ടേക്കിൽ ഓക്കെ ആക്കി. അന്ന് പിന്നെ അന്നത്തെ കാലം ഈ 2ാമത്തെ ടേക്ക് എന്നുള്ളത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഫിലിം റോലാവുന്നുണ്ടല്ലോ, അപ്പോൾ വേസ്റ്റ് ആവുമല്ലോ. പിന്നെ അതെന്തോ ഒരു തെറ്റിക്കാണ്ട് പറയണം, പിന്നെ ലാംഗ്വേജ് നന്നായിരിക്കണം. അപ്പോൾ അന്നാണ് ഞാൻ ഇത് ചെയ്തത്, ഡിസൈഡ് ചെയ്തത്, എവിടെ ഏത് ഭാഷയിൽ അഭിനയിക്കാനായിട്ട് പോയാലും അവിടുത്തെ ആ ഭാഷ കുറച്ചെങ്കിലും പഠിച്ചിട്ട് പോകണം എന്നാണ് ഞാൻ അന്ന് തീരുമാനിച്ചത്. പിന്നെ അന്ന് തന്നെ ബുക്ക് മേടിച്ച് കൊണ്ടുവന്ന് അന്ന് ഒരു ചെറിയ വാക്കുകൾ അതൊക്കെ പഠിക്കാൻ തുടങ്ങി. അപ്പോൾ ഏറ്റവും കൂടുതൽ സഹകരിച്ചത് നെടുമുടി വേണു സാറും പിന്നെ തിലകൻ സാറും. ഇവര് രണ്ടുപേരെയും ഇന്ന് സത്യം പറഞ്ഞ സിനിമയില് ആദ്യം ടൈറ്റിൽ കാർഡ്സ് ഒക്കെ കാണിക്കുന്ന സമയത്ത് മനസ്സിലൊരു വേദനയായിരുന്നു. ബിക്കോസ് ആ സിനിമയിലെ മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്ത പകുതിയോളം ആൾക്കാരൊന്നും നമ്മുടെ ഒപ്പം ഇല്ല. വേദനയായിപ്പോയി. അയ്യോ, അത് ഭയങ്കര വേദന, സങ്കടമായിപ്പോയി. അപ്പം ഞാൻ ഇവരുടെ ഒപ്പമുള്ള ഒരു സ്വീറ്റ് മെമ്മറി മാമിനോടൊന്ന് ഷെയർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്യുമോ നമ്മളായിട്ട്? ഞാനോ? യാ, ലെറ്റ്സ് ബിഗിൻ വിത്ത് തിലകൻ സർ. നമ്മുടെ ആദ്യത്തെ സിനിമയിലും ഉണ്ടായിരുന്നു, 2ാമത്തെ സിനിമ മൂക്കില്ല രാജ്യത്തിലും ഉണ്ടായിരുന്നു, മണിച്ചിത്രത്താഴിലും ഉണ്ട്. ലെറ്റ്സ് ബിഗിൻ വിത്ത് തിലകൻ സർ. തിലകൻ സർ എപ്പോഴും പട്ടാള കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. അവർ പട്ടാളത്തിൽ ഉണ്ടായിരുന്നത്രേ. ഓക്കെ, പിന്നെ അവിടെ വെച്ച് ഹിന്ദി നല്ലോണം പഠിച്ചിരുന്നു. അപ്പോൾ ഹിന്ദിയിൽ വെച്ച് അവിടുത്തെ പട്ടാള കാര്യങ്ങൾ, അന്നത്തെ കാലത്ത് പട്ടാള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നിട്ട് ഒരു മലയാളിയായിട്ട് ഹിന്ദി പറയുമ്പോൾ ഉണ്ടാവുന്ന ചില കോമഡീസൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇങ്ങനെയൊക്കെയാണ് നടന്നത് എന്ന് കുറേ സംഭവങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ അന്നത്തെ കാലത്ത് വേറെ എൻ്റർടൈൻമെൻറ്റ് എന്നുള്ളത് നമുക്ക് ലൊക്കേഷനിൽ വെച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. അന്നത്തെ കാലത്ത് ഈ കഥകളാണ് നമുക്ക് കൂടുതൽ എൻ്റർടൈൻമെൻറ്റും, പിന്നെ അത് മാത്രമല്ല ഒരു കമ്മ്യൂണിക്കേറ്റിംഗ് സ്കിൽസ്. ഇപ്പോൾ ഈ കഥകളൊക്കെ പറയുമ്പം കുറേ മലയാളത്തിലും പറയുമായിരുന്നു, എന്നിട്ട് ഹിന്ദി ടു മലയാളം, മലയാളം ടു ഹിന്ദി, ഇങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ മലയാളത്തിൻ്റെ ആദ്യ വാക്ക് എനിക്ക് പഠിപ്പിച്ച് തന്നത്, ആദ്യ വാക്കെന്ന് പറഞ്ഞാൽ ചില വാക്കുകളൊക്കെ പഠിപ്പിച്ച് തന്നത് MT വാസുദേവൻ നായർ സർ പിന്നെ തിലകൻ സാറായിരുന്നു. മലയാളത്തിലെ ഗുരുക്കന്മാരെന്ന് തീർച്ചയായും. പിന്നെ നെടുമുടി സാർ ഇംഗ്ലീഷ് നല്ലോണം ഇംഗ്ലീഷ് പറയുമായിരുന്നു. അവർ ഇംഗ്ലീഷിലും പിന്നെ തിലകൻ സാർ ഹിന്ദിയിലും എത്രത്തോളം സഹായിച്ചിട്ടുണ്ട്, ഭയങ്കര നന്നായി സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഒരു മലയാളിയെ പോലെയാണ് വിനയെ കാണാൻ, മലയാളി അല്ലാന്ന് പറയാനേ പറ്റുന്നില്ല എന്നൊക്കെ. ഞാനും കുഞ്ഞിലെ ഓർത്തുന്നത് ശരിക്കും മലയാളിയാണ്. അങ്ങനെയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഓരോ നിമിഷവും നെടുമുടി സാറും തിലകൻ സാറും അവരുടെ അഭിനയം കണ്ടുകൊണ്ടിരിക്കാൻ എന്തൊരു കൊതിയാവുമായിരുന്നു എന്നറിയോ. ഭയങ്കര ഇഷ്ടം, ഒരു വലിയ ആഗ്രഹത്തോടെയാണ് ഞാൻ അവരെ കണ്ടുകൊണ്ടിരുന്നത്. അത്രയ്ക്ക് ഒരു എന്താ പറയാ, ഒരു ഇറ്റ് ഈസ് ദെയർ ഓൾ അഭിനയ വിസ്മയംസ്. ഡെഫിനറ്റ്ലി ലെജൻഡ്സ് മാത്രമല്ല, യു കനോട്ട് പ്രെഡിക്റ്റ് വാട്ട് ദേ വിൽ റിയാക്ട്. യു കനോട്ട് പ്രെഡിക്റ്റ്. ഒരു ക്ലോസപ്പ് വെച്ചാൽ
ഓരോ ചെറിയ അനക്കം, ഒരു ചെറിയ മുടി അനങ്ങുന്നത്, ഒരു ചെറിയ ഒരു നാക്കിൻ്റെ ഒരു തുമ്പിൽ ഇത് അനങ്ങുന്നത്, ഓരോ നെർവും പെർഫോം ചെയ്യുകയാണ്. റിയലി ഐ ഒബ്സർവ്ഡ് ഇൻ മെനി ഫിലിംസ്. ഓരോ നെർവ്സും ആക്ട് ചെയ്യുന്നു, ഓരോ കോർണർ ഓഫ് ദ ഫേസും ആക്ട് ചെയ്യുന്നു. പിന്നെ ഒരു മിഡ് ഷോട്ട് അല്ലെങ്കിൽ ക്ലോസ് ഷോട്ട് എന്ന് വെച്ചാൽ, മിഡ് ഷോട്ട് അല്ലെങ്കിൽ വൈഡ് ഷോട്ട് എന്ന് വെച്ചാൽ ബോഡി ലാംഗ്വേജ്, പിന്നെ പറയുന്ന ഡയലോഗ്സ്, അതിൻ്റെ മോഡുലേഷൻ, അതിൻ്റെ പുറത്തുമുണ്ടല്ലോ, ആ പുറത്തൊക്കെ എന്ത് ഭംഗിയാണെന്നോ. ഇന്ന് തന്നെ മണിച്ചിത്രത്താഴ് കണ്ടില്ലേ എന്താ പടക്കേമോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സന്നി അടിക്കില്ലേ, ഇങ്ങനെയുള്ള ഒരു അടി. ആ ഡയലോഗ് തിലകൻ സാറ് പറഞ്ഞാലേ കൊള്ളാവും, ഞാൻ പറഞ്ഞാൽ കൊള്ളാവില്ല. അത് അൾട്ടിമേറ്റ് മോഡുലേഷനിലാണ് സാർ പറഞ്ഞിരിക്കുന്നത്. ട്രൈ ചെയ്ത് നോക്കുന്ന So it was a wonderful experience, wonderful journey with Thilagan sir and Nedumudi sir. നെടുമുടി സാറിന്റെ ഭാര്യയായിട്ടാണ് പെരുന്തച്ഛനിൽ അഭിനയിച്ചത്. പിന്നെ മണിച്ചിത്രത്താഴില് മകളായിട്ടാണ്. അപ്പോൾ അവർ പറഞ്ഞു, അപ്പോൾ അടുത്ത പടത്തിലുണ്ട് കൊച്ചുമകളായിട്ട് വരുമോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ അങ്ങനെ ആയിരുന്നു. പിന്നെ മധുര രാജ വരെ കുറേ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് നെടുമുടി വേണു സാറിൻ്റെ കൂടെ. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ദേവർ ഓൾ എന്ത് പറയാനാ, ലെജൻഡറി ആർട്ടിസ്റ്റ് മാത്രമല്ല, ന ഭൂതോ ന ഭവിഷ്യത്തി എന്ന് പറയില്ലേ, ഇനി മുമ്പ് ഉണ്ടായിരുന്നില്ല, ഇനി ഉണ്ടാവാനും പോകുന്നില്ല. അവർ തന്നെയാണ്, അവർ തന്നെയാണ്. ഓക്കെ, ഇനി അടുത്ത ആളുടെ പേര് ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരു ക്ലൂ തരാം. ഒന്നുമില്ല, കുട്ടി ആടിക്കോളൂ, കുട്ടിക്ക് ഒന്നുമില്ല. Oh, how I miss him, and I'm sure all Malayalis will be missing him. Yes. Innocent sir. ഞാൻ ചോദിക്കട്ടെ മാം, അതായത് ഈ ഓപ്പോസിറ്റ് നിന്നിട്ട് ആ എക്സ്പ്രഷൻ തരുമ്പോ മാമിന് ചിരി വരുമായിരുന്നു? ഭയങ്കര ചിരി വരുമായിരുന്നു, ഭയങ്കര ചിരിയാ. പ്രത്യേകിച്ച് പേടിച്ച് ഈ കോടയൊക്കെ ഇങ്ങനെ ചെയ്ത് പോകുമ്പോൾ ഭയങ്കര ഒരു അത്ഭുത അഭിനയമാണ്. ഇത് അഭിനയമാണെന്ന് പറയാനും പറ്റുന്നില്ല, ഇങ്ങനെയാണോ ആള് എന്ന് ആലോചിക്കണം അല്ലേ. അത്രയ്ക്ക് സഹജമായിട്ടുള്ള വെരി നാച്ചുറൽ പെർഫോമൻസ് ആണ്. അല്ലാതെ പോലും ലാളനം എന്നുള്ള ഒരു പടത്തിൽ കൂന്നൂരിൽ വെച്ച്, ഊട്ടി കൂന്നൂർ, സിദ്ദിഖും സാറും ഞാനുമായിട്ടുള്ള ഒരു പടം. അന്ന് ബേബി ഷാമിലി കൊച്ചുകുട്ടിയാണ്. ആ പടം അത്ര ഓടിയില്ല, പക്ഷെ നല്ല സബ്ജക്റ്റ് ആയിരുന്നു. ഇറ്റ് ഈസ് അബൌട്ട് സറഗേറ്റ് മദർ, ഫോസ്റ്റർ മദർ, അതിനെക്കുറിച്ചുള്ള ഒരു സിനിമയായിരുന്നു. അവിടെ വെച്ച് ഇന്നസെൻറ്റ് സാർ കുറേ, അവർ കന്നഡ പഠിച്ചിരുന്നു കേട്ടോ, കുറച്ചൊക്കെ കന്നഡ അവർക്ക് അറിയായിരുന്നു. അത് തീപ്പെട്ടി ഫാക്ടറിയിലാണ് അവർ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് കർണാടകയിൽ വെച്ച് അവർ കുറേ വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു ഫാക്ടറിയിൽ വെച്ച്, തീപ്പെട്ടി ഫാക്ടറിയിൽ വെച്ച്. അപ്പോൾ അവർ പഠിച്ച കന്നഡയൊക്കെ എന്നെ കാണുമ്പോൾ കന്നഡയിലാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. നല്ല കന്നഡയായിരുന്നു. പിന്നെ ആദ്യമൊക്കെ പഠിക്കുമ്പോൾ ഈ ഒരു കടയിൽ പോയിട്ട് അവർക്ക് കടുക് വേണമായിരുന്നു. കടുകിന് കന്നഡയിലെ സാസുവെ എന്നാണ് പറയുന്നത്, സാസുവെ. ഓക്കെ, ഇംഗ്ലീഷിൽ മസ്റ്റേർഡ്, പക്ഷെ പുള്ളിക്ക് അത് മസ്റ്റേർഡ് എന്ന് പറയാനൊന്നും അറിയില്ലായിരുന്നു. മസ്റ്റേർഡ് എന്ന് ചോദിച്ചാൽ അവർക്ക് കന്നഡയിൽ മനസ്സിലാവുന്നുമില്ലായിരുന്നു. അപ്പോൾ എങ്ങനെ ചോദിക്കാനാ, താളിക്കുന്നത്, ചടപടാകുന്നത്, പൊട്ടുന്നത്, ആ സൗണ്ട്, എണ്ണ സൗണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ കന്നഡ മലയാളമായിട്ടുള്ള ഈ കോമഡിയൊക്കെ നമ്മുടെ ഇന്നസെൻറ്റ് സാറിൽ നിന്ന് കുറേ പഠിച്ചിട്ടുണ്ട്. പിന്നെ അമ്മയിലെ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി അവരാണ് എന്നോട് പറഞ്ഞത്. മണിച്ചിത്രത്താഴൊക്കെ ചെയ്യുമ്പോൾ ഞാൻ അമ്മയുടെ മെമ്പറല്ല. ചിലപ്പോൾ അപ്പോൾ അമ്മ അത്രയൊന്നും ഇതിലൊന്നും ഇല്ല. 30 വർഷമല്ലേ, 30th ഇയറിൻ്റെ ജനറൽ ബോഡി മീറ്റിംഗ് ഇലക്ഷനിലൊക്കെ ഞാൻ ഉണ്ടായിരുന്നു, ഇവിടെ വന്നിരുന്നു. അപ്പോൾ 30 years ആയിട്ടേ ഉള്ളൂ. അപ്പോൾ അന്ന് പിന്നെയാണ് ഒരു പടത്തിനായിട്ട് വരുമ്പോൾ ഇന്നസെൻറ്റ് സാർ പറഞ്ഞത് ഇവിടുത്തെ മെമ്പർഷിപ്പ് എടുക്കണം എന്ന്. അപ്പോൾ അവരതിലൊന്നും പ്രസിഡൻറ്റോ സെക്രട്ടറിയോ അതൊന്നും അല്ലായിരുന്നു. എന്നാലും അവർ നല്ല ആക്റ്റീവ് മെമ്പർ. എന്നിട്ട് ഒരു എലിഗൻറ്റ് കോമഡി എന്ന് പറയുന്നത്
അത് ഇന്നസെന്റ് സാറിലുണ്ടായിരുന്നു. അതെ. ഒരു പൊളിറ്റീഷ്യനായിട്ട് പോകുമ്പോൾ അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു? ഫിലിം സ്റ്റാർസ്, MP-കളായിട്ടുണ്ടായിരുന്നു. അതൊക്കെ എന്തൊരു കളിയാക്കിയിട്ട്, പക്ഷേ അതിൻ്റെ ഒരു പരിധിയിലാണ് എല്ലാം പറഞ്ഞിട്ട്. ഞാൻ അവിടെ പോയത് ഫിലിം സ്റ്റാർസിനെ കാണാൻ വേണ്ടിയല്ല. അവരുണ്ട്, എൻ്റെ ജോണറിലുള്ള മന്ത്രിമാരാണ്, അവരാണ്, MPs ആണ്, അവരൊക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ ഉത്തരവാദിത്വം എനിക്ക് അറിയാം എന്നുള്ള ഒരു നല്ല മെസ്സേജാണ് അവർ കോമഡിയിലൂടെ കൂടി കൊടുത്തിരുന്നു. അതെ അതെ, അത് ദാറ്റ് വാസ് സംതിങ് ഫാന്റാസ്റ്റിക്. പിന്നെ ഇപ്പോഴും പൂന ബോംബെ വഴിയിൽ പോകുമ്പോൾ ലോനാവള എന്നുള്ള ഒരു ഇതിൽ വാക്സ് ഫിഗേഴ്സ് ഉണ്ട്. അതിൽ ഇന്നസെന്റ് സാറിന്റെ ഒരു ഫിഗർ ഉണ്ട്. എന്ത് നാച്ചുറൽ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. യെസ്, ബിക്കോസ് ഹി ഈസ് എ ലെജൻഡറി ആർട്ടിസ്റ്റ് ഓഫ് സൗത്ത് ഇന്ത്യ. ദർ ഈസ് എ കാൻഡിൽ ഇമേജ് ഓഫ് വാക്സ് ഇമേജ് ഓഫ് ഇന്നസെന്റ് സർ. ഞാൻ അവിടെ പോയി കാണുമ്പോൾ അയ്യോ എനിക്ക് എന്തൊരു സന്തോഷം. അയ്യോ, ശിവാജി മഹാരാജ് അവരുടെ ഉണ്ട്, പിന്നെ ആരാ, പ്രതാപ് സിംഹ അവരുടെ, ഇവരുടെ ഹിസ്റ്റോറിക്കൽ ഇതൊക്കെ ഉള്ളതാണ്. ഒപ്പം നമ്മുടെ ഇന്നസെന്റ് സാറിൻ്റെ ഇതുണ്ട്, വാക്സ് ഫിഗർ ഉണ്ട് അവിടെ. കണ്ടിട്ട് സന്തോഷമായി പോയി. അഭിമാനം അല്ലേ? അഭിമാനം. പിന്നെ അടുത്തത് ഇനി മലയാളത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് സ്റ്റോറി ടെല്ലർ, അതായത് ഓൺ സ്ക്രീനിൽ നല്ല അസലായിട്ട് കഥ പറഞ്ഞ് നമ്മളിങ്ങനെ പിടിച്ചിരുത്തുന്ന നമ്മുടെ സ്വന്തം KPSC ലളിത മാമിനെ പറ്റി. അവരോടൊപ്പം എൻ്റെ ലാസ്റ്റ് ഫിലിം ആമി ആയിരുന്നു. എന്ത് പറയാനാ, ഷീ വാസ് ലൈക്ക് യുനോ ക്ലാസ്മേറ്റ് ടു മീ, എ ഫ്രണ്ട് ടു മീ, എ നെക്സ്റ്റ് ഡോർ പേഴ്സൺ ടു മീ. എല്ലാവർക്കും അങ്ങനെയായിരുന്നു, അവരെല്ലാവർക്കും അങ്ങനെയായിരുന്നു. വെരി വെരി ലവബിൾ വുമൻ. പിന്നെ പിഴക്കോഴി കൂകുന്ന നൂറ്റാണ്ട് എന്നൊരു പടം ചെയ്തിരുന്നു. അതിൽ ഞങ്ങൾ 5 പേര്, ഊർവശി, കൽപ്പന, ഞാനുണ്ടായിരുന്നു, പിന്നെ ലളിത ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 5 പേരുടെ എന്തോ ഒരു കോമ്പിനേഷൻ ആണെന്ന് അറിയുമോ നമുക്ക്. എന്നും ഒരു ഫീസ്റ്റ് പോലെ. ഒരു ഈഗോ ഇഷ്യൂ ആർക്കും ഉണ്ടായിരുന്നില്ല. സീനിയർ എന്ന നിലയിൽ നമുക്ക് നമ്മുടെ ലളിത ചേച്ചിക്കും ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് കുറച്ച് മലയാളത്തിൻ്റെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ലോയർ ക്യാരക്ടർ ആയതുകൊണ്ട് കുറച്ച് ഇംഗ്ലീഷ് കയറ്റി പറയാനുള്ള ഒരു ഫ്രീഡം എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അതിന് മലയാളത്തിൽ എന്താകാമായിരുന്നു എന്നുള്ള കാര്യം എനിക്ക് ലളിത ചേച്ചിയാണ് പറഞ്ഞു തന്നുകൊണ്ടിരുന്നത്. പിന്നെ ലളിത ചേച്ചിയുടെ ഒരു വ്യത്യസ്തത, അവർക്കൊരു സീരിയസ് ക്യാരക്ടർ, ഇമോഷണൽ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ശരിക്കും സീരിയസ് ആണ്, ശരിക്കും ഇമോഷണലാണ്. കണ്ണിൽ കുറച്ചൊരു കുസൃതിയോ അതോ ഇതോ ഒന്നുമില്ലാണ്ട് അങ്ങനെയാണ് അവർ അതിനെ അവതരിപ്പിക്കുന്നത്. അല്ലാതെ മണിച്ചിത്ര താഴെ വെച്ചുള്ള ആ സ്ത്രീ ഒന്ന് കണ്ടില്ലേ, എന്തൊരു നോട്ടിയാ, കണ്ണിലൊക്കെ എന്തൊരു നോട്ടി ലുക്കാണ്. അതെ, എന്തൊരു നോട്ടി ലുക്ക് മാത്രമല്ല അഭിനയവും, എന്തൊരു ആ വോയിസും കൊണ്ടുള്ള മോഡുലേഷൻസ് അത്ഭുതമാണ്. ഷീ ഈസ് സംതിങ് എക്സ്ട്രാഡിനറി. ലളിത ചേച്ചിക്ക് ഈക്വലായിട്ട് ലളിത ചേച്ചി മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. ആൻഡ് ഷി വാസ് എ നോബിൾ ഹാർട്ടഡ് ലേഡി. ആക്സെപ്റ്റൻസ് എന്നുള്ളതുണ്ടല്ലോ. ചില സീനിയർ ആർട്ടിസ്റ്റിന് ചില പുതിയ ആർട്ടിസ്റ്റ് കയറി വരുമ്പം അത്ര ഒരു അടുക്കാറില്ല, ഒരു കംഫർട്ട് സോണ് തരാറില്ല. പക്ഷെ ലളിത ചേച്ചി അങ്ങനെയല്ല. പുതിയ ആർട്ടിസ്റ്റ് ആര് കയറി വന്നാലും ഒരു കംഫർട്ട് സോണാണ് തന്നത്. അതിനൊരു വലിയ ഹാറ്റ്സ് ഓഫ്. ഇനി ഞാൻ അടുത്തതായിട്ട് നമ്മുടെ കുതിരവട്ടം പപ്പു സർ ലാസ്റ്റ് വന്നൊരു ഡയലോഗാണ്, അല്ല ചെമ്പങ്കോട്ട ശ്രീദേവി കൊച്ചിന്റെ ഭ്രാന്തൊക്കെ മാറിയോ? ഹീ വാസ് അവർക്ക് കൂടുതൽ ഷൂട്ടൊന്നും ഉണ്ടായിരുന്നില്ല മണിച്ചിത്രത്താഴിൽ വെച്ച്. അവിടെ കുറച്ച്, ഇവിടെ കുറച്ച്, ഇവിടെ കുറച്ച്, അവിടെ കുറച്ച്. നമ്മുടെ കോമ്പിനേഷൻ എന്ന് പറയാനും കൂടുതൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ സെറ്റിൽ വെച്ച് കണ്ടുമുട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അവർ പെരുന്തച്ഛനെ കുറിച്ച് ഒരുപാട് പറഞ്ഞിരുന്നു. ഒരു ദിവസം കുറേ അനാലിസിസ് ഉണ്ടായിരുന്നു കുതിരവട്ടം പപ്പു സാറിൻ്റെ. അതിൻ്റെ സ്ക്രീൻ പ്ലേയെ കുറിച്ച്, പിന്നെ ഒരു ദേവി വിഗ്രഹത്തിന് ഒരു പ്രതിമയായിട്ട്, ഒരു മോഡലായിട്ട് ഇരുത്തിയ എൻ്റെ ക്യാരക്ടർ, അതിനെക്കുറിച്ച്, പിന്നെ അന്നത്തെ കാലത്തിൻ്റെ ആ സെറ്റ്, പിന്നെ MT സാറിൻ്റെ സ്ക്രീൻ പ്ലേയെ കുറിച്ച് എന്തോ ഒരു അനലിറ്റിക്കലായിട്ട് അവർ എന്നോട് സംസാരിച്ചത് എനിക്ക് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. ഹി വാസ് എ സ്വീറ്റ് ഹാർട്ട്. അതാണ് ഈ മണിച്ചിത്രത്താഴിൻ്റെ ഒരു വലിയൊരു കാര്യമെന്ന് പറഞ്ഞാൽ
അവിടെ ആർക്കും ഞാനൊരു സീനിയർ ആർട്ടിസ്റ്റോ, ഞാനൊരു സീനിയർ ടെക്നീഷ്യനോ, ഞാനൊരു സീനിയർ ഡയറക്ടറോ അങ്ങനെയുള്ള ജാട ആർക്കും ഉണ്ടായിരുന്നില്ല. All were down to earth, simple, committed to their work, and the best in giving. മാം, ഒരു ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ഒരു ചോദ്യം ചോദിക്കാം. അതായത് ഈ മൺചിത്രത്താഴ് ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പുള്ള സിനിമയാണ്. അപ്പോൾ അന്ന് ഈ സിനിമ റിലീസായപ്പം ലൈക്ക് വാട്ട് ഐ കുഡ് റിലേറ്റ് ഇസ്, അതായത് ഞാൻ എക്സാമ്പിൾ തരാം. നമ്മൾ ബാഹുബലി റിലീസായപ്പോൾ തിയേറ്ററിൽ പോയി കണ്ടപ്പം കട്ടപ്പയാണ് ബാഹുബലിനെ കൊന്നേന്നുള്ളത് ഒരു സീക്രട്ട് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പൊ അന്ന് മൺചിത്രത്താഴ് കണ്ടിറങ്ങുന്ന ആൾക്കാർ ശരിക്കും മാടമ്പള്ളിയിലെ മനോരോഗി മാം ആണോ ശോഭന മാം ആണോ എന്നൊരു സീക്രട്ട് ആക്കി വെച്ചിരിക്കുകയായിരുന്നോ? അതായത് സിനിമ കണ്ടറിയട്ടെ എന്നുള്ളൊരു ഇത്. ഇല്ല, അങ്ങനെ അന്നത്തെ കാലത്ത് ഈ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഈ ചെറിയ ചെറിയ പ്രോമോസ് എന്നുള്ളത് ഒരു ഇതുപോലത്തെ സീക്രസി ഒന്നും മെയിൻറ്റെയിൻ ചെയ്തില്ല. എന്താണെന്ന് അറിയാത്ത ഒരു ഇതാണ്. പിന്നെ ഒരിക്കലും ശോഭനയുടെ ആ ലാസ്റ്റ് ഗെറ്റപ്പ് എവിടെയും കാണിച്ചിട്ടില്ല. പോസ്റ്ററിൽ മാത്രമേ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു, പ്രോമോസിൽ വെച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. ആ പാട്ടിന്റെ ഒരു വഴി നമുക്ക് കേൾക്കാം. അല്ലാതെ നമ്മുടെ മോഹൻലാൽ സാറിന്റെ ഒരു ഓട്ടോ പോലെ അവരുടെ ഇൻട്രൊഡക്ഷൻ ഷോർട്സ് ഇല്ലേ, അതിന്റെ ചെറിയ ഷോർട്സ് മാത്രമേ ഉണ്ടായിരുന്നു. അതുപോലത്തെ പ്രൊമോസ് മാത്രം. അങ്ങനെ ക്യൂരിയോസിറ്റി എന്ന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വിലപ്പെട്ട ഒരു കാര്യം. ഈ ക്യൂരിയോസിറ്റി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തോ ഉണ്ട് ഇതിൽ നിന്നുള്ള ഒരു പ്രതീക്ഷ വന്നിരുന്നേനെ. ഒരു പ്രതീക്ഷ ഇല്ലാതെ ഞട്ടിക്കുന്ന ഒരു സിനിമയായി പോയി മണിച്ചിത്രത്താഴ്. മണിച്ചിത്രത്താഴിലെ മാമിന്റെ ആദ്യം ഷൂട്ട് ചെയ്ത സീൻ എന്തായിരുന്നു? അമ്മാവ അന്ന് വിളിക്കില്ലേ, എന്താ അമ്മാവ എന്ന് ചോദിച്ചു ബാക്കിൽ നിന്ന് വരുന്ന അതായിരുന്നു ആദ്യത്തെ ഷോട്ട്. അതായിരുന്നു ആദ്യത്തെ ഷോട്ട്. ഞങ്ങള് ഇന്ന് തിയേറ്ററിൽ ശോഭന മാം ഇരുന്ന് ആ വാഹന ഇതിന്റെ ഇരുന്നിട്ട് പെർഫോം ചെയ്യുന്ന സീൻ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് പോയത് ശോഭന മാം പണ്ട് ഏതോ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു സംഭവമാണ്. അതായത് ആൾക്കാർ പറഞ്ഞിട്ട് വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല ദാറ്റ് പെർഫോമൻസ് വാസ് ഫ്രം ഹെർ ഇൻസൈഡ്. എന്നിട്ട് ലാസ്റ്റ് വിശ്വസിപ്പിക്കാൻ വേണ്ടി ഒരാളെ കൊണ്ടുവന്നിട്ട് മന്ത്രവാദമൊക്കെ ചെയ്തിരുന്നു എന്ന് അങ്ങോട്ട് പറഞ്ഞു എന്ന്. അപ്പം അങ്ങനെ ഒരു പെർഫോമൻസ് നേരി കണ്ട ആളാണ് മാം. അതെ, ആ എക്സ്പീരിയൻസ് ഗൂസ് ബംസ് ഒക്കെ അയ്യോ പറയണ്ട, അതൊന്നും ചോദിക്കണ്ട. അത്രയ്ക്ക് നല്ല പോയ ഇതാണ്. ഇത് കട്ട് ചെയ്ത് എടുത്താൽ പോലും, വേറെ ആംഗിൾസിൽ നിന്ന് കട്ട് ചെയ്ത് എടുത്താൽ പോലും അതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലായിരുന്നു. ഭയങ്കര എന്തൊക്കെയോ ഉണ്ട് ഇവിടെ നിന്ന്. മൊത്തത്തിൽ ഒരു പിക്ചർ ശോഭനയ്ക്കും ഉണ്ടായിരുന്നില്ല, എനിക്കും ഉണ്ടായിരുന്നില്ല, ആർക്കും ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ മോഹൻലാൽ സാറിനെ അറിയുമായിരിക്കും, സുരേഷ് ജിക്ക് അറിയായിരിക്കും, ഫാസിൽ സാറിനെ എല്ലാം അറിയാം, വേണു സാറിനെ എല്ലാം അറിയാം. അല്ലാതെ ആർക്കും മൊത്തത്തിൽ ഇങ്ങനെയാണ് വരാൻ പോകുന്നത് എന്നുള്ള കാര്യം ആർക്കും അറിയില്ല. പക്ഷേ ഓരോ ഷോട്ടിലും ചിലപ്പോഴൊക്കെ ശോഭനയ്ക്ക് ചില സംശയങ്ങൾ ഉണ്ടാവുമ്പം ഫാസിൽ സാറ് പലതും അഭിനയിച്ച് കാണിച്ചിട്ടുണ്ട്, ഇങ്ങനെയാണ് വേണ്ടതെന്ന് ആദ്യം, ടിൽ ഷീ ഗോട്ട് ഇൻ ടു ദ ക്യാരക്ടർ. അല്ലെങ്കിൽ ശോഭനയ്ക്കും ഒട്ടും മനസ്സിലാവുന്നില്ലല്ലോ എന്താണ് ഇത്, എങ്ങനെയാണ് അഭിനയിക്കേണ്ടത്, പിന്നെ എന്താ ഇങ്ങനെ ഇരുന്നിട്ട് പിന്നെ എന്താ ചെയ്യേണ്ടത്, ഇങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ചില 1-2 ഷോട്ട് കാണിച്ച് കൊടുത്ത ശേഷം പിന്നെ ആ ഒരു ഉഗ്ര ഇതില് ശോഭന ഇത് ചെയ്ത് തീർത്തി. മാം, അപ്പൊ കട്ട് വിളിച്ചാലും എങ്ങനെയാണ് പെട്ടെന്ന് ഷീ ക്യാൻ കം ബാക്ക് ഇൻടു ശോഭന? ഷീ ക്യാൻ ആൻഡ് ആക്ഷൻ പറഞ്ഞ ഉടനെ അതിലേക്ക് എത്തും. ഉടനെ ഇറ്റ്സ് എ സ്വിച്ച് ഓഫ് ആൻഡ് സ്വിച്ച് ഓൺ തിങ് ഫോർ ഹെർ. ആൻഡ് ഷീ ഈസ് എക്സ്ട്രോർഡിനറി. ഒരു കാര്യം ശോഭനയെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലെങ്കിൽ എൻ്റെ തെറ്റായി പോകും. ആദ്യത്തെ ദിവസം ഞാൻ ഷൂട്ടിങ്ങിന് വേണ്ടി ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ട് ഷോട്ടിന് റെഡി ആയിട്ട് ഞാൻ സെറ്റിൽ വന്നു. വരുമ്പം എനിക്ക് ഈ മാനേജർ അല്ലാണ്ട്, പിന്നെ എന്നെ വിളിച്ച മാനേജർ മോഹൻലാൽ സർ, ഇവരല്ലാതെ എനിക്ക് വേറെ ആരും പരിചയമില്ല അവിടെ. ഞാൻ അവിടെ പോയി നിന്ന് ആരെ എനിക്ക് അറിയുന്നതെന്ന് നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ ഒരു വോയിസ് തമിഴിലാണ് പറഞ്ഞത്, വാങ്ക വാങ്ക വിനയ പ്രസാദ് വാങ്ക, എനിക്ക് தெரியும் நீங்க வினயா பிரசாத், நீ இங்கே வாங்க, நான் இங்கே இருக்கேன், வாங்க இங்கே உட்காருங்க. യാരാ ഇത് ആരാണ് ഇത് ഇങ്ങനെ വിളിക്കുന്നത് എന്ന് നോക്കുമ്പോൾ ശോഭന കണ്ണാടി പിടിച്ച് ടച്ചപ്പ് ചെയ്തുകൊണ്ടിരുന്നു. കണ്ണാടിയിലാണ് എന്നെ കണ്ടത്. എന്നിട്ടാണ് എന്നെ വിളിച്ചത്, നീ ഇവിടെ വാ,
ഇവിടെ ഇരിക്കൂ. എൻ്റെ കൺഫ്യൂഷൻ അവൾക്ക് മനസ്സിലായി, ശോഭനയ്ക്ക് മനസ്സിലായി. ഓ, ഞാൻ പോയി ഒരു ഹഗ്ഗാണ് കൊടുത്തത്. ഞാൻ പറഞ്ഞു, ഞാൻ 1-2 തെലുഗു സിനിമയിൽ ഇവരെ കണ്ടിരുന്നു, ശോഭനയെ കണ്ടിരുന്നു. ഞാൻ നിങ്ങളെ കണ്ടിരിക്കുന്നു, ഭയങ്കര ഹോംലിയാണ്, പക്ഷേ ഈ ഒരു കംഫർട്ട് സോൺ എനിക്ക് തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. അന്ന് തൊട്ട് ഈ സിനിമ അവസാനം വരെ നമ്മൾ ഒരുമിച്ച് ഒരു വണ്ടിയിലാണ് പോയത്, സംസാരിച്ചത്. എന്തൊരു നല്ല വെരി ലവ്ലി മൊമെൻറ്റ്സ് വി ഹാവ് ഷെയർഡ്. ആൻഡ് ഐ താങ്ക് ശോഭന in front of millions of people for giving me that comfort zone.